ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് യാത്രക്കിടയിൽ രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, ജായിറൂസിന്റെ മരിച്ച മകളെ ഉയിർപ്പിക്കുന്നു. രണ്ട് സംഭവങ്ങൾക്കും ഏറെ സാമ്യമുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷത്തോളം വേദന അനുഭവിച്ചവളാണ്. 12 വയസ്സായ മകളെയാണ് കർത്താവ് ഉയിർപ്പിക്കുന്നത്. കർത്താവ് അത്ഭുതം ചെയ്യുമ്പോൾ കർത്താവിന് വിമർശനം രണ്ട് സ്ഥലത്തും നേരിടുന്നുണ്ട്. രണ്ടും പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ലൂക്ക അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ്. ചിലപ്പോഴൊക്കെ ചിലർ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കാറ്റഗിസം ക്ലാസ്സിൽ കുട്ടികളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ തിക്കിത്തിരക്കി യേശുവിന് ചുറ്റും വലിയ ജനാവലി നടന്നിരുന്നത്? പല പല ഉത്തരങ്ങളാണ്. ഒരാൾ പറഞ്ഞു അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. വേറെ ചിലർ പറഞ്ഞു അത് യേശുവിനെ ഒരു പ്രവാചകനായിട്ട് കണ്ടതുകൊണ്ടാണ്. ഒരു കുട്ടി പറഞ്ഞു എല്ലാ ഉത്തരങ്ങളും നൽകാൻ കഴിവുള്ള ഒരാളാണ് ഈശോ. ശരിക്കും ആ ഉത്തരമാണ് നല്ലതെന്ന് തോന്നുന്നു. കറക്റ്റായിട്ടുള്ള ഉത്തരം അതാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈശോ. ഈ സുവിശേഷം വായിക്കുമ്പോൾ പ്രധാനമായും 3 ചിന്തകളാണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. വിശ്വാസത്തോടു കൂടിയ ആ സ്പർശം, രക്തസ്രാവക്കാരി സ്ത്രീ, അവളുടെ ഒരു സാഹചര്യം നമ്മൾ നോക്കുക. 12 വർഷമായിട്ട് അവളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുടെ ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവമാണ്. സാമ്പത്തികമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ഒക്കെ ചെലവഴിച്ച് തളർന്നു പോയവളാണ് അവൾ. ജീവിതത്തിൽ ഒറ്റപ്പെട്ട, വൈകാരികമായിട്ട് എല്ലാവരാലും പുറന്തള്ളപ്പെട്ട ഒരവസ്ഥ, ശാരീരികമായിട്ടും ഏറ്റവും അവശയായിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഒരു സാഹചര്യം സാധാരണയായിട്ട് മനുഷ്യർ നിരാശയിൽ ദൈവത്തെ പഴി പറയുന്ന ഒരു സാഹചര്യത്തിലൊക്കെ അല്ലെങ്കിൽ കഴിയാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഈ പാവപ്പെട്ട സ്ത്രീ വലിയ വിശ്വാസത്തോടെ, ശരണത്തോടെ യേശുവിൻ്റെ പക്കൽ അണയുകയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യലോ നിയമത്തിൻ്റെ മുൻപിൽ താൻ അശുദ്ധയാണ് എന്നുള്ള ആ വിധി തീർപ്പോ ഒന്നും പ്രധാനമല്ല. ഈശോയുടെ മുമ്പിൽ തനിക്ക് സ്വീകാര്യതയുണ്ട്, അവിടുന്ന് എന്നെ തള്ളിക്കളയുകയില്ല എന്നുള്ള ആ ബോധ്യത്തിലാണ് അവൾ മുന്നോട്ട് പോവുക. വിശ്വാസത്തോടു കൂടിയ അവളുടെ സ്പർശം, അതാണ് നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടുവരേണ്ടത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, അവിടെ എത്രയോ പേരാണ് യേശുവിനെ തിക്കിത്തിരക്കി മുന്നോട്ട് പോയിരുന്നത്. വിളിമ്പിൽ സ്പർശിച്ച ആ സ്ത്രീയേക്കാളും ഏറ്റവും അടുത്ത് നിന്ന് യേശുവിനെ കാണാനും തൊടാനും ഒരുപക്ഷെ കയ്യിൽ പിടിക്കാനൊക്കെ സാധിച്ചിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട് അവിടെയുണ്ട്. അവിടെ നിന്നും വിശ്വാസം ഫലമണിഞ്ഞില്ല. കാരണം അവരുടെ വിശ്വാസം സജീവമല്ല എന്നുള്ളതാണ്. അവരെ ജായിറൂസിൻ്റെ മകൾ മരിച്ചുവെന്ന് ആ സന്ദേശം നൽകാൻ വന്ന സന്ദേശവാഹകരുടെ വിശ്വാസം പോലെയാണ്. അവർ പറയുന്നത് ഈ ഗുരു അവിടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല, കാരണം മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുന്ന അത്ര ശക്തിയൊന്നും ഈ ഗുരുവിനില്ല. ഒരു മൈനർ പ്രോഫറ്റ് എന്നുള്ള രീതിയിൽ മാത്രം ആ സന്ദേശവാഹകർ യേശുവിനെ കണ്ടു. ഇതാണ് നമ്മുടെ പ്രശ്നം പലപ്പോഴും. യേശുവിനെ നമ്മുടെ ലജ്ജയും നമ്മുടെ അഹം എന്ന ഭാവമൊക്കെ വെടിഞ്ഞ് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തയ്യാറാണോ? എങ്കിൽ അവിടുന്ന് സമീപസ്ഥനാണ്. തന്നെ വിശ്വാസത്തോടെ വിളിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. നമ്മളവിടെ കാണുക മകളെ എന്നാണ് ഈശോ ആ സ്ത്രീയെ വിളിക്കുന്നത്. അത്രമാത്രം സ്നേഹവും ഹൃദ്യതയും ആ ഒരു ബന്ധവും നമ്മളവിടെ കാണുകയാണ്.
മൂന്നാമത് നമ്മൾ ജായിറൂസിൻ്റെ വീട്ടിൽ ജായിറൂസിൻ്റെ മകൾ ഉയർപ്പിക്കുന്ന രംഗം നമ്മൾ കാണുന്നു. ഉയർപ്പിച്ചതിന് ശേഷം അവിടെ കർത്താവ് അവരോട് പറയുകയാണ് അവൾക്ക് ആഹാരം കൊടുക്കുക. അതിൻ്റെ ഒരു വലിയ അർത്ഥമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ആഹാരം എല്ലാ ദിവസവും കഴിക്കുന്നവരാണ്. കൂട്ടുതിരുന്നാൾ അല്ലെങ്കിൽ ഇടവക തിരുനാൾ, ഏറെ ഗെറ്റ് ടുഗദറുകളെല്ലാം ഒക്കെയുണ്ട് നമുക്ക്. ഭക്ഷണം എപ്പോഴും അത് നമ്മുടെ കൂട്ടായ്മയും സ്നേഹവും ഒന്നിപ്പും വർദ്ധിപ്പിക്കേണ്ടതാണ്. അതാണ് ജീവൻ നൽകുക എന്ന് പറയുമ്പോൾ അർത്ഥമാകുക. വിശപ്പ് മാറ്റുക മാത്രമല്ല ഭക്ഷണത്തിൻ്റെ ലക്ഷ്യം. ആ ഒരു സ്നേഹവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുക, ഊഷ്മളമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. പ്രത്യേകിച്ച് ഓരോരുത്തരും അവൻ്റെ ഡിഗ്നിറ്റി, അവൻ്റെ മഹത്വം അത് നമ്മൾ ഏറ്റുപറയുക. ഇതൊക്കെയാണ് ഒരു വിരുന്നിൽ നടക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ വിരുന്നുകളൊക്കെ ഇന്ന് വെറും ഭക്ഷണം കഴിക്കൽ, വിശപ്പടക്കൽ മാത്രമായിട്ട് മാറുകയാണ്. ആഹാരം തന്ന ദൈവത്തിന് നന്ദി പറയാൻ പോലും ചിലർക്ക് ഓർമ്മയില്ല, അതിന് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ജായിറൂസിൻ്റെ മകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കർത്താവ് പറയുമ്പോൾ അതൊരു പുനർജീവനമാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്. ആ ഭക്ഷണം അത് ബന്ധങ്ങളിലേക്ക്, കൂടുതൽ ആഴങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു വിളിയായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം ഓർക്കാം. യേശു നമ്മളെ കണ്ടുമുട്ടുന്നത് അത് പ്രത്യേക സ്ഥലം എന്നൊന്നുമില്ല. പൊതുവേദിയിലാകാം, ജോലിസ്ഥലത്താകാം. കർത്താവ് നമ്മളെ തിരഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സക്കേവൂസിനെ തേടി യേശു ചെന്നെങ്കിൽ യേശുവിനറിയാം തൻ്റെ പിന്നിലുള്ളവരും തന്നെ അന്വേഷിക്കുന്നവരാണ് എന്നറിയാം. തീർച്ചയായിട്ടും കർത്താവ് കാത്തിരിക്കുകയാണ്. ടൂറിലെ തിരുക്കച്ച നമുക്കറിയാം അത് ഈശോയുടേതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഈ തിരുക്കച്ചയിൽ തൊട്ടപ്പോൾ ആ പാവപ്പെട്ട സ്ത്രീക്ക് വലിയ സൗഖ്യമുണ്ടായത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പരിത്യക്താവസ്ഥകൾ, എല്ലാവരും ഒറ്റപ്പെടുത്തിയ അവസ്ഥകൾ, മറ്റുള്ളവർക്ക് നമ്മൾ അസ്പൃശ്യരായ അനുഭവങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളിലൊക്കെ ഓർക്കുക, ദൈവം ഇതാ കടന്നു വരുന്നു. ദൈവത്തിന് ആരും അൺടച്ചബിൾ അല്ല എന്നോർക്കുക. അതുകൊണ്ട് തന്നെ ആരെയും മാറ്റി നിർത്താതിരിക്കാൻ ഉള്ള ഒരു വലിയ ആഹ്വാനം കൂടി ഈശോ ഈ സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. എല്ലാ തരത്തിലുള്ള മരണത്തിലും നിന്ന്, മരണത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന്, നിർജീവമായ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ നിന്ന്, അല്ലെങ്കിൽ വിശ്വാസം തണുത്തുപോയ നിർജീവമായ മേഖലകളിൽ നിന്ന് ഒക്കെ നമുക്ക് കർത്താവിലേക്കുള്ള സജീവമായ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പരിശ്രമിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.